NSSുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങൾ പല കോർണറുകളിൽ നിന്ന് വന്നു തുടങ്ങിയല്ലോ. ചില കരയോഗങ്ങൾ ഇപ്പോഴും ജനറൽ സെക്രട്ടറിക്കെതിരെ നിലപാടെടുത്ത് നിൽക്കുകയാണ്. പത്തനംതിട്ട കാരക്കലിൽ NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർക്കെതിരെ വീണ്ടും ബാനർ. കാരക്കൽ 845 നമ്പർ കരയോഗത്തിന് സമീപമാണ് ബാനർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. നിരീശ്വരവാദികൾക്ക് പാദസേവ ചെയ്യുന്ന ജനറൽ സെക്രട്ടറി രാജിവെക്കണമെന്നാണ് സുകുമാരൻ നായർ സമുദായത്തിന് നാണക്കേട് ഉണ്ടാക്കുന്നു എന്നൊക്കെയാണ് ബാനറിലുള്ളത്. വീണ്ടും പഴയ കട്ടപ്പ ചിഹ്നം കൊണ്ട് കേട്ടു. പ്രവീൺ പുരുഷോത്തമൻ പഴയ കട്ടപ്പ തീമോടുകൂടിയ ബാനർ തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. എല്ലാ ബാനറുകൾക്കും ഒരേ തീമാണ്, അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതും ഒരേ കരങ്ങളാണെന്ന് കരുതേണ്ടി വരും അല്ലേ പ്രവീൺ പുരുഷോത്തമൻ? എന്താണ് ഈ ഇവിടെയുള്ള പത്തനംതിട്ടയിലുള്ള ബാനറിൽ പറയുന്നത്? ഇന്നലെ ഗണേഷ് കുമാർ പറയുന്നുണ്ടായിരുന്നു, പത്തനംതിട്ടയിലെ NSSലെ ചില കരയോഗങ്ങൾക്കാണ് ഈ ബുദ്ധിമുട്ടുള്ളത്. 4 നയന്മാർ പോയാൽ തീരുന്ന പ്രസ്ഥാനമല്ല NSS എന്നൊക്കെ KB ഗണേഷ് കുമാർ പറഞ്ഞു. വീണ്ടും പത്തനംതിട്ടയിൽ നിന്ന് വരികയാണ്. ഇത് കരയോഗക്കാരൻ്റെ അറിവോടുകൂടിയാണോ കാരക്കൽ കരയോഗത്തിന് മുന്നിൽ? അരുൺ, ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പിന്തുണ നൽകിയതിനു ശേഷം അദ്ദേഹത്തിനെതിരെ ആദ്യം ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു വിമർശനം എന്നുള്ള രീതിയിൽ ഒരു ബാനർ പ്രത്യക്ഷപ്പെട്ടത് പത്തനംതിട്ട ജില്ലയിലാണ്. അത് പത്തനംതിട്ട നഗരത്തിന് സമീപമുള്ള വെട്ടിപ്പുറം എന്ന സ്ഥലത്ത് അവിടെ NSS കരയോഗത്തിന് സമീപത്ത് ആ NSS കരയോഗത്തിന്റെ കോമ്പൗണ്ടിനുള്ളിലാണ് ആദ്യമായി സംസ്ഥാനത്ത് അങ്ങനെ ഒരു ബാനർ പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ടായിരിക്കാം മന്ത്രി KB ഗണേഷ് കുമാർ പത്തനംതിട്ടയിലാണ് അതിന്റെ മുഴുവൻ കേന്ദ്രങ്ങളും എന്ന രീതിയിലൊരു പ്രസ്താവന നടത്തിയത്. ഏതായാലും 10ലധികം ബാനറുകൾ ഇപ്പോൾ തന്നെ പത്തനംതിട്ട ജില്ലയിൽ വിവിധയിടങ്ങളിൽ കരയോഗങ്ങളുടെ കോമ്പൗണ്ടിനുള്ളിലും കരയോഗങ്ങൾക്ക് സമീപത്തുമായി വന്നു കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ തിരുവല്ല ഈ പറയുന്ന കാരക്കലിലാണ് ഇപ്പോൾ ഈ ഒരു ബാനർ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ഇന്നലെ തിരുവല്ല പെരിങ്ങരയിൽ 4ഇടങ്ങളിൽ ബാനർ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതിന് പുറകെയാണ് ഇന്നിപ്പോൾ ഈ കാരക്കലിൽ അവിടെ NSS കരയോഗത്തിന്റെ കെട്ടിടത്തിന്റെ പ്രധാനപ്പെട്ട ഗേറ്റിലാണ് ഈ ഒരു ബാനർ സ്ഥാപിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ഫ്ലക്സുകളും ബാനറുകളും പത്തനംതിട്ട ജില്ലയിൽ NSS ജനറൽ സെക്രട്ടറിക്കെതിരെ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. അരുൺ, താങ്ക് യു. ഇത് പത്തനംതിട്ടയിൽ മാത്രമാണല്ലോ വരുന്നത് എന്നുള്ളതാണ്. ബാക്കി സ്ഥലങ്ങളിലൊക്കെ ഒറ്റയ്ക്കാണ് വരുന്നത്. പത്തനംതിട്ടയിൽ ചില ഇടങ്ങളിൽ മാത്രമാണ്. എല്ലാത്തിനും ഒരേ തീം, ഒരേ ഡിസൈൻ എന്നുള്ളതാണ്. 250 രൂപ വെച്ച ഫ്ലെക്സ് കിട്ടുമെന്ന് കരുതി എല്ലാവരും അടിക്കുകയാണോ? വളരെ കുറച്ചു പേരാണ്. അതിൽ പ്രത്യേക രാഷ്ട്രീയ താല്പര്യമുണ്ടെന്നുള്ളതാണ് NSSന്റെ വിലയിരുത്തൽ.